ചിരാവസ്ത്ര വിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് ആത്മാർത്ഥതയില്ലാത്തത് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി.പി. ദുൽഖിഫൽ മന്ത്രി പറയുന്നതിന് അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. ഇത് കാരണം കുട്ടിക്ക് പഠനം നിർത്തേണ്ടി വന്നുവെന്നും ദുൽഖിഫൽ പറഞ്ഞു. സത്യത്തിൽ ഹിജാബിന്റെ വിഷയത്തിൽ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു, പക്ഷെ കുട്ടി മരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കാരണം മന്ത്രി വലിയ രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിച്ചെങ്കിലും ആ കുട്ടിക്ക് പഠനം നിർത്തിപ്പോകേണ്ടി വരുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ മന്ത്രി വലിയ രീതിയിലുള്ള സംസാരിക്കും, പക്ഷേ അവസാനത്തെ റിസൾട്ട് അത് RSSന് അനുകൂലമായിരിക്കും, സംഘപരിവാറിന് അനുകൂലമായിരിക്കും. നമുക്കറിയാം, പാലക്കാട് സ്കൂളിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് മന്ത്രി പ്രസ്താവിച്ച പ്രസ്താവന അതിൻ്റെ NOC ഞങ്ങൾ പിൻവലിക്കുമെന്നതാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല. ഈ വിഷയത്തിലും അദ്ദേഹം 2018 ജസ്റ്റിസ് മുസ്താഫിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ്. പുനഃസംഘടനയിൽ തഴയപ്പെട്ട ചാണ്ടി ഉമ്മനും അബിൻ വർക്കിക്കുമായുള്ള ഓർത്തഡോക്സ് സഭയുടെ സമ്മർദ്ദം തള്ളി കോൺഗ്രസ്. സഭയുടെ തീരുമാനമനുസരിച്ചല്ല കോൺഗ്രസ് പുനഃസംഘടന നടക്കുകയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. അതേസമയം ഓർത്തഡോക്സുകാരായി ചാപ്പ കുത്തുന്നത് തിരിച്ചടിയായേക്കുമോ എന്ന ആശങ്ക ഇരു നേതാക്കൾക്കും ഉണ്ട്. പാർട്ടിയിലെ വളർച്ചയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഈ നീക്കത്തെ തുടക്കത്തിലെ തടയാനാണ് ചാണ്ടി ഉമ്മന്റെ ശ്രമം. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അബിൻ വർക്കിക്ക് അവസരം നിഷേധിക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ തുടരുന്നതിനിടയിൽ KPCC പുനഃസംഘടനയിൽ ചാണ്ടി ഉമ്മന് കൃത്യമായ ഒരു പരിഗണന ലഭിക്കാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇതിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത്. തുടർന്ന് 2 മെത്രാപ്പൊലീത്തമാരാണ് ഈ 2 പേരും, അതായത് ചാണ്ടി ഉമ്മനും അബിൻ വർക്കിയും സഭയുടെ മക്കളാണ്, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് എന്ന തരത്തിൽ അവർക്കുള്ള പരിഗണന ലഭിക്കാതിരുന്നതിനുള്ള അമർഷം വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയത്. അതിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ വരുന്നത്. KPCC അധ്യക്ഷൻ ഇങ്ങനെ സഭയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചല്ല പാർട്ടിയുടെ പ്രവർത്തനമെന്ന് ഒരു വശത്ത് നിലപാട് പറയുമ്പോഴും ഇതുണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും എറണാകുളത്തും വലിയ സ്വാധീനമുള്ള ക്രൈസ്തവ സഭയാണ് ഓർത്തഡോക്സ് സഭ. അതുകൊണ്ട് തന്നെ അവരെ അത്തരത്തിൽ പ്രകോപിപ്പിച്ച് പിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിലവിലുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി, മഞ്ഞുരുക്കൽ ശ്രമങ്ങളുടെ ഭാഗമായി ചാണ്ടി ഉമ്മനും അബിൻ വർക്കിക്കും ദേശീയ തലത്തിൽ ഒരു പരിഗണന നൽകാനുള്ള കൂടിയാലോചനകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടലിലൂടെ ചാണ്ടിയെയും അബിനെയും അനുനയിപ്പിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ വിഷയത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള ചർച്ചകളും കൂടിയാലോചനകളും സജീവമായി പുരോഗമിക്കുകയാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്.